വെള്ളിയാഴ്ച രാവ് നല്ല ബഹുമാനമുള്ള രാവാണ്. ഒറ്റ വെള്ളിയാഴ്ച രാവ് നമ്മൾ വെറുതെയാക്കാൻ പാടില്ല. ഖുർആനൊക്കെ പഠിച്ച് ഹിഫ്ളൊക്കെ പൂർത്തിയാക്കി തഫ്സീറുകളൊക്കെ കുറെ പഠിച്ച് ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പഠിച്ച പല ഭാഗങ്ങളും മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു, എനിക്കൊരു പ്രതിവിധി വേണം. പെട്ടെന്ന് എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മറന്നുകൊണ്ടിരിക്കുക. നമ്മളെ ആളുകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതലുള്ള രോഗമാണത്. പക്ഷെ ആളുകൾ ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇന്നലെ കഴിഞ്ഞത് ഇന്ന് മറന്നുപോയി, പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ മറന്നുകൊണ്ടിരിക്കുക. നമ്മളാളുകൾ മറക്കാനുള്ള കാരണം ഭൗതികതയുടെ അതിപ്രസരവും അതിമോഹവും കൊണ്ടാണ്. അതുകൊണ്ടാണ് മറക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മറന്നുപോകുന്നു, എന്താണ് എനിക്ക് പരിഹാരം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു അലിയാരോട്, വെള്ളിയാഴ്ച രാവ് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താറുള്ളത് എന്നൊരു ചോദ്യം. വെള്ളിയാഴ്ച രാവ് നിങ്ങൾക്ക് വരാറില്ലേ? ഇന്നൊരു വെള്ളിയാഴ്ച രാവാണ് സഹോദരങ്ങളെ. വെള്ളിയാഴ്ച രാവ് നിങ്ങൾക്ക് വരാറില്ലേ? നിങ്ങളത് ഉപയോഗപ്പെടുത്തണം. കഴിയുകയാണെങ്കിൽ ആ രാത്രിയിലെ അവസാന സമയം സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അത്തായത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഈ രാവ് മുഴുവനും ദുആഇന് ഉത്തരമുള്ള രാവാണ്. ദുആഇന് വലിയ ഉത്തരം ലഭിക്കുന്ന രാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിച്ചുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവോട് പറയുന്നത്. വിശാലമായ തെളിവാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു, അവസാന സമയം കഴിയൂലേ, ഫഖും വസ്തഹാ, അർദ്ധരാത്രി എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈയുയർത്തണം. എന്നിട്ട് ഹിഫ്ളിന് വേണ്ടി ദുആ ചെയ്യണം, ഇൽമിന് വേണ്ടി ദുആ ചെയ്യണം, തഖ്വക്ക് വേണ്ടി ദുആ ചെയ്യണം. അതിനും നിങ്ങൾക്ക് കഴിയൂലേ, ഫഖും ഫീ അവ്വലിഹാ, രാത്രിയുടെ ആദ്യ ഭാഗത്ത് നിങ്ങൾ ദുആ ചെയ്യണം. ഈ രാത്രി ദുആഇന്റെ ഒരു രാത്രിയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ആ രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. വളരെ മഹത്വമുള്ള രാവാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഖുർആനല്ലേ തെളിവ്? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാഖൂബ് അലൈഹിസ്സലാം, അവർക്ക് 80 വർഷമായിട്ടുള്ള സങ്കടം അല്ലാഹു തീർത്തു കൊടുത്തത്, മാനസികമായുള്ള വലിയ വിഷമങ്ങൾ അല്ലാഹു അവസാനിപ്പിച്ചു കൊടുത്തത് ഒരൊറ്റ വെള്ളിയാഴ്ച രാവ് കൊണ്ടാണ്. ഒരൊറ്റ വെള്ളിയാഴ്ച രാത്രിയിലെ പ്രാർത്ഥന കൊണ്ടാണ്. 10 മക്കളെയും അല്ലാഹു സ്വാലിഹീങ്ങളാക്കി കൊടുത്തു. ആ 10 മക്കളും അതിന്റെ മുമ്പ് ബാപ്പയോട് നുണ പറഞ്ഞിരുന്നവരാണ്. ബാപ്പ പറഞ്ഞതിന് നേരെ എതിര് ചെയ്തവരാണ്. ബാപ്പയുടെ ഇഷ്ടം തനിച്ച് കിട്ടാൻ വേണ്ടി സ്വന്തം സഹോദരനെ പോലും കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞവരാ. ബാപ്പയുടെ സമീപത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോയി. വർഷങ്ങളോളം ബാപ്പാ വിഷയത്തിൽ കണ്ണീരൊലിപ്പിച്ചിട്ടുണ്ട്. ഹത്തബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കദീം. കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ചകൾക്ക് പോലും സാരമായി ബാധിച്ചിട്ടുണ്ട്. അത്രത്തോളം സങ്കടം ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന് വന്നിട്ടുണ്ട്. ആ സങ്കടങ്ങളൊക്കെ ഈ 10 മക്കളുടെയും ദുഷ്പ്രവർത്തനങ്ങൾ മൂലമാണ്. സഹനത്തോടെ ക്ഷമയോടെ അതൊക്കെ നേരിടുമ്പോഴും യാക്കൂബ് നബി അലൈഹിസ്സലാം കാത്തിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള നല്ലൊരു സന്ദർഭമാണ്. അവസാനം ഞങ്ങൾ ചെയ്തതൊക്കെ മോശമായി പോയി എന്ന് ബോധ്യമായ മക്കൾ വെള്ളിയാഴ്ച രാവിന്റെ തൊട്ടടുത്തുള്ള പകലിൽ അഥവാ വ്യാഴാഴ്ച പകലിൽ വന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ അബാനാ ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ഉപ്പാ, ഞങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോയി, ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി. ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഉപ്പൊന്ന് ദുആ ചെയ്യണം. മഹാനവർകൾ അപ്പോൾ ദുആ ചെയ്തു കൊടുത്തില്ല. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി
ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇപ്പോൾ ഞാൻ ദുആ ചെയ്യുന്നില്ല, പിന്നീടൊരു സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഏതാണ് ആ സമയം? അതൊരു വെള്ളിയാഴ്ച രാവാണ്. അന്നത്തെ രാത്രി തന്നെ മഹാനവർകൾ അത്താഴത്തിന്റെ നേരത്ത് എഴുന്നേറ്റു മക്കളെ സ്വലാഹിയത്തിന് വേണ്ടി, അവരുടെ ശിഷ്ടകാല ജീവിതം ഖൈറലായി തീരുന്നതിന് വേണ്ടി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി നല്ല സജലമായ കണ്ണുകളോടെ, നല്ല വേദനിക്കുന്ന മനസ്സോടെ അള്ളാഹുവിലേക്ക് പ്രാർത്ഥന നിർവഹിച്ചപ്പോൾ മക്കളെ മുഴുവനും അള്ളാഹു സ്വാലിഹീങ്ങളാക്കി കൊടുത്തു. ആ മക്കളെ കൂടെ പിന്നെയും ഒരു 25 കൊല്ലം അവരനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ദീർഘായുസ്സ് കൊടുത്തു. നല്ല സന്തോഷത്തോടു കൂടെയാണ് ആ 25 കൊല്ലത്തെ ജീവിതം. അതിന്റെ മുമ്പ് ഒരു 80 വർഷം സങ്കട കണ്ണീരിലായ ജീവിതമാണ്. വെള്ളിയാഴ്ച രാവിന്റെ ഈ കഥ, ഈ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവോട് പറയുന്നത്, വെള്ളിയാഴ്ച രാത്രി ഉപയോഗപ്പെടുത്താറില്ലേ, ഈ രാവിനെ ബഹുമാനിക്കണം. വെറുതെ കളയേണ്ട രാവല്ല, ആഴ്ചയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട രാത്രിയാണ് വെള്ളിയാഴ്ച രാവ്. ധാരാളം സ്വലാത്ത് ചൊല്ലി, ഒരുപാട് ദുആ ചെയ്ത്, ഒറ്റക്ക് തന്നെ ധാരാളം ദ്വാരന്ന് സങ്കടങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടേണ്ട വലിയ മഹത്വമുള്ളൊരു രാവാണ് ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പിന്നെ അതിന് ശേഷം ഒരൊറ്റ വെള്ളിയാഴ്ച രാവും ഒഴിവാക്കിയിട്ടില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അങ്ങനെയാണ്. അന്നത്തെ ഒരു വെള്ളിയാഴ്ച രാത്രിയിലെ അത്താഴത്തിന്റെ നേരത്തുള്ള ഉത്തരം, ദുആഇന്റെ സൗന്ദര്യം മഹാനവറുകൾ ആസ്വദിച്ചപ്പോൾ പിന്നെ 25 വർഷവും ഒരൊറ്റ വെള്ളിയാഴ്ച രാവും അത്താഴത്തിന് എഴുന്നേറ്റ് ദ്വാരക്കാത്തതില്ല. എല്ലാ വെള്ളിയാഴ്ച രാവിലും എഴുന്നേറ്റിട്ടുണ്ട്, നിസ്കരിച്ച് ദുആ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുപോലെ പാലിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കിട്ടും. ജനങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമല്ലേ സഹോദരങ്ങളെ, ഭാരിച്ച കടബാധ്യതകൾ. ആളുകൾ കൂടിക്കൂടി വരികയാണ്, കടമുള്ള ആളുകൾ. പറ്റുന്ന ബിസിനസ്സിൽ ചേർന്നുകൊണ്ടും പറ്റാത്ത ബിസിനസ് ചേർന്നിട്ടൊക്കെ കടം വന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിന്റെ മസാലയുടെ തരങ്ങൾ വിശദീകരിക്കല്ല, അത് പിന്നെ സൗകര്യം പോലെ പറയാം. ഇപ്പൊ അങ്ങനെയാണല്ലോ, പൈസക്ക് പൈസ വാങ്ങുന്ന കാലാണ്. പറ്റോ പറ്റൂല എന്നുള്ളത് നല്ലോണം ആലോചിച്ച് വേണം പിന്നെ കാശെറിഞ്ഞു കൊടുക്കാൻ. 1 ലക്ഷം കൊടുക്കാം, മാസം 2500 വാങ്ങുക. 2 ലക്ഷം കൊടുക്കാം, മാസം 5000 വാങ്ങുക. ഇതിപ്പോ മറ്റോടത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് വാങ്ങണം, ഇത് വാങ്ങണമൊക്കെ സംഗതി തുല്യം തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നും അതിലില്ല. പിന്നെ നമ്മളിങ്ങനെ പറയാണ്, ആളുകളൊക്കെ ചോദിക്കുമ്പോൾ ഷെയർ ബിസിനസ്സാണ് പൊട്ടിപ്പോകുമ്പോ പിന്നെ ആളുകൾ പരാതിയായിട്ട് വരികയാണ്, സങ്കടമായിട്ട് ദ്വാരക്കാൻ വേണ്ടി. കടബാധ്യത ഉള്ള ആളുകളൊക്കെ കടങ്ങൾ വീട്ടാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കണം. ചുളിവുകളും പഴുതുകളല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. തങ്ങൾ എന്താണോ നിർദ്ദേശിച്ചത് അത് സ്വീകരിക്കണം. ജുമുഅ നിസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഒരു വെള്ളിയാഴ്ച നിസ്കാരത്തിന് മുആദ് റളിയല്ലാഹു അൻഹു കാണുന്നില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി. മുആദ് റളിയല്ലാഹു അൻഹു അത്രയും ബന്ധമുള്ള സ്വഹാബിയല്ലേ. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, നിങ്ങൾ നിസ്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് മാറ്റി ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങിയതാ നബിയെ. പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു, കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു. അത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു, എന്നെ വിട്ടില്ല. ജുമുഅക്ക് വരാൻ എന്നെ വിട്ടില്ല, എന്നെ പിടിച്ചു വെച്ചു. ഇത് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. സൂറത്ത് ആല് ഇമ്രാനിലെ 26, 27 ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് തങ്ങളത് ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ.
തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. ഈ ആയത്തുകൾ എല്ലാ ദിവസവും ഓതാൻ വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശം കൊടുക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ വിളിക്കുന്നത് മാലിക്കുൽ മുൽക്ക് എന്ന ഇസ്മു കൊണ്ടാണ്. ആ ഇസ്മിന് ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. ചെറിയ ഇസ്മല്ല അത്, ഇസ്മുൽ ആലമാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ട ഒരു ഇസ്മാണ് മാലിക്കുൽ മുൽക്ക്. അത് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നത്. ആ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മുആദ് റളിയല്ലാഹു അൻഹു ദുആർക്കാൻ പറയുന്നു. ആയത്തുകൾ ഓതിയിട്ട് ദുആർക്കുക. അല്ലാഹുമ്മ ഖ്ലി അന്ന ദൈൻ, അല്ലാഹുമ്മ അഗ്നിനി മിനൽ ഫഖർ, കടം നീ വീട്ടി തരണം, ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരണം, നല്ല ഇസ്സത്ത് തരണം എൻ്റെ ജീവിതത്തിൽ, ദില്ലത്തിലാക്കരുത് എന്ന ദുആകളൊക്കെ അറബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ദുആർന്ന് അത് അനുഭവിക്കേണ്ട ആളുകളാ നമ്മൾ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആഇന്റെയും ദിക്റിന്റെയും സ്വലാത്തിന്റെയും മദ്ഹിന്റെയും മജ്ലിസ് അത് വെള്ളിയാഴ്ച രാവിലെ തന്നെ ആകുക എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനം കൂടിയാണ്. ഒരുപാട് സാദാത്യങ്ങൾ നിറഞ്ഞ മജ്ലിസാണ്, സയ്യിദാത്തുകളുള്ള മജ്ലിസാണ്. അല്ലാഹു തആല പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. അപ്പൊ അല്ലാഹു തആല ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം, അവരെ ഇഷ്ടപ്പെടണം. അതാണ് അല്ലാഹു നമ്മളെ ഉദ്ദേശിക്കുന്നു എന്നതിന്റെ വലിയ അടയാളം. നന്മ ചെയ്യുന്ന ആളുകൾ ആരെല്ലാം നാട്ടിലുണ്ട്, അതിലേറ്റവും മികവുള്ളവരാണ് സാദാത്തുക്കൾ. ഒരുപാട് നന്മകൾക്ക് അവർ നേതൃത്വം നൽകിയവരാണ്. വഫാത്തായി പോയ നമ്മുടെ തങ്ങളുപ്പാപ്പ ഈ പരിസരത്ത് മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സാന്ത്വനത്തിന്റെ വർത്തമാനങ്ങളും രൂപഭാവങ്ങളും നിർവഹിച്ചു കൊടുത്ത, സമാധാനത്തിന്റെ മാർഗം പറഞ്ഞു കൊടുത്ത, വലിയ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന, എല്ലാവർക്കും സന്തോഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന, ഏറ്റവും നല്ല പെരുമാറ്റത്തിന്റെ ഉടമയായിരുന്നു. അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അവരോടിങ്ങനെ ബന്ധപ്പെടുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും ബന്ധപ്പെടാൻ തോന്നുന്നത് സ്നേഹമസൃണമായ സ്വഭാവം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ കൂട്ടത്തിൽ ഒരുപാട് സദാത്തുക്കളെ നമുക്കങ്ങനെ കാണാൻ കഴിയും. അവരോടൊന്ന് ഇടപഴകിയാൽ വീണ്ടും ഒന്ന് ഇടപഴകാനും വീണ്ടും അവരെ കാണാനും അവരെ സമീപത്തൊന്ന് പോയിരിക്കാനും തോന്നുന്നത് നന്മ നിറഞ്ഞ മനസ്ഥിതി കൊണ്ടാണ്. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനം നൽകിയിരുന്നവരല്ലേ സാദാത്തുക്കൾ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് സാദാത്തുക്കളോട് നൽകുന്ന ബഹുമാനത്തിന്റെ ആധിക്യം കൊണ്ട് മഹാനവറുകൾക്ക് കിട്ടിയ ഒരു തൊഴിൽ വരെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു സർക്കാർ വകുപ്പിൽ മഹാനവറുകൾക്കൊരു തൊഴിൽ കിട്ടി. ഡയറക്റ്റായി കിട്ടിയതല്ല, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ സഹോദരന് കിട്ടിയ തൊഴിലാണ്. ആ തൊഴിലിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ടുപോയി. പണ്ഡിതന്മാര് പലരും പറഞ്ഞു, ഷാഫി ഇമാം തങ്ങളോട് നിങ്ങളതിന് പോകണ്ട, പക്ഷേ ഉമ്മയെ സഹായിക്കാൻ വേണ്ടി ഏകൊരത്താണി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മാത്രമേ ഉള്ളൂ. മഹാനവറുകൾ അമ്മാവന്റെ കൂടെ ആ തൊഴിലിന് പോയി. അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് പല കാര്യങ്ങളും ചെയ്യാൻ നിർദ്ദേശിക്കുമ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയും, അത് ശരീഅത്തിനെതിരാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദീനിന് നിരക്കാത്തതാണ്. ഞാനത് ചെയ്യാനോ മറ്റുള്ളവരോടത് ചെയ്യാനോ ഒരിക്കലും ഉത്തരവിടാൻ എനിക്ക് സാധിക്കുകയില്ല. ആ സമയത്ത് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ അന്ന് രാജ്യം ഭരിക്കുന്ന ഹാറൂൻ റഷീദിന് കത്തെഴുതുന്നു, ഇവിടെ ഒരു ഖുറൈശി പണ്ഡിതൻ എത്തിയിട്ടുണ്ട്, അദ്ദേഹം അലവിയാക്കളിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നുണ്ട്. അലവിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അന്ന് നാട്ടിൽ. ഹാറൂൻ റഷീദിന്റെ ഭരണത്തിനെതിരെ ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അവര് പറയാറുള്ളത് ഞങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആൾക്കാരാണ് എന്ന്. അതാണ് അലവിയാക്കൾ എന്ന് പേര് വന്നത്. പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ അതിലേക്ക് ചേർത്തി പറയാൻ കാരണം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് സാദാത്തുക്കളിൽ നിന്ന്, തങ്ങന്മാരിൽ നിന്ന് ആര് വന്നാലും വലിയ ബഹുമാനമാണ് മഹാനവർ നൽകുന്നത്. ചെറിയ ബഹുമാനമൊന്നുമല്ല.
വലിയ ബഹുമാനം. ഈ ബഹുമാനവും സ്നേഹവും കണ്ടപ്പോ രണ്ടും കൂടി ചേർത്ത് എഴുതിയതാണ്. അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് അലവിയാക്കൾ. അപ്പൊ അതിൽ ഷാഫി ഇമാമ് തങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് എഴുതിയിട്ട് ഹാറൂൺ റഷീദിന് കത്തെഴുതി. പ്രക്ഷോഭകാരികളിലൊന്നും ഷാഫി ഇമാമ് തങ്ങളില്ല. പക്ഷെ അഹ്ലു ബൈത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ട് മഹാനവറുകൾ അങ്ങനെ ഒരു പേരിട്ടുകൊണ്ടാണ് അവിടെയുള്ള വലിയ ഉദ്യോഗസ്ഥൻ കത്തെഴുതിയത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ആ സ്ഥാനത്തിൽ നിന്ന് ഒഴിവാകേണ്ടി വന്നു. എന്നിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കതൊരു പ്രശ്നമല്ല. ഇനി ഈ ഭാഗത്തുള്ള ആളുകൾ മുഴുവനും, ലോകത്തുള്ള മൊത്തം ആളുകൾ മുഴുവനും എന്നെക്കുറിച്ച് ഇത്തരത്തിലൊരു പുതിയ വാദമുള്ള അല്ലെങ്കിൽ പുതിയ പ്രസ്ഥാനത്തിന്റെ ആളാണെന്ന് എല്ലാവരും തന്നെ പറഞ്ഞു എന്ന് വെക്കുക. എന്നാലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹം എനിക്ക് ഒഴിവാക്കാൻ കഴിയൂല. അത് ഈമാനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ഒരു മനുഷ്യനിൽ ഉണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം കൂടിയാണ് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നത്, അവരെ ഇഷ്ടം വെക്കുന്നത്, അവരുടെ മഹത്വം പറയുന്നത്, അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നത്, സഹായങ്ങൾ ചെയ്യുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നത് പോലെ നല്ല വ്യക്തികളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനിക്കേണ്ട തലത്തിലുള്ള എല്ലാവരെയും ബഹുമാനിക്കണം. നല്ല സന്ദർഭങ്ങളെ ബഹുമാനിക്കണം. നമ്മുടെ ഈ മജ്‌ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനിക്കേണ്ട തലങ്ങളെ മുഴുവനും ബഹുമാനിക്കാനും സ്നേഹിക്കേണ്ട വ്യക്തിത്വങ്ങളെ മുഴുവനും സ്നേഹിക്കാനും അതുവഴി നമ്മുടെ ഈമാനിനെ കാത്തു സൂക്ഷിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വഫാത്തായി പോയ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പക്ക് അല്ലാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ. അവരെ കുടുംബത്തിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് ആരെല്ലാം വഫാത്തായി പോയിട്ടുണ്ടോ അവർക്കൊക്കെ അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അവരോടൊപ്പം മറ്റു സാദാത്യങ്ങളോടൊപ്പം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജിവാറിലായി അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.